ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളൊരു പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് സൺഡേ ആയിട്ട് ലീവാണ്. അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ പാടത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ടെന്ന് കേട്ടു. അപ്പോൾ നമ്മൾ മീൻ പിടിച്ചിട്ട് വരാമെന്ന് കേട്ടു. അപ്പോൾ ഇതാണ് നമ്മുടെ ആയുധം, ചൂണ്ട. അപ്പോൾ ഇതാ നമ്മുടെ കുട്ടിപ്പട്ടാളങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചൂണ്ട പിടിക്കാൻ വേണ്ടി പാടത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. എന്താ പിടിക്കുന്നത്? മണ്ണിര പിടിക്കുകയാണ്. മണ്ണിര വെച്ചിട്ടാണ് നമ്മൾ പോണത്. 2-3 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് പാടത്തോട്ട് പോയി നോക്കാം. എത്രത്തിന് കിട്ടും നോക്കാം. ഹായ് പറടാ. പാടത്തേക്ക് പോവാണ്. അരവകാത്തിരിക്കുന്നുണ്ടാവും. കുറച്ച് ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ അവിടുന്ന് പാടത്തേക്ക് നോക്കണം. ഓക്കെ, നമ്മളെ ചൂണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഈ പാടത്തേക്കുള്ള വഴി കേട്ടോ. ഒക്കെ നടക്കേണ്ട വഴി ഒരുക്കിയായിട്ട് നല്ല ഭംഗിയാണ് കാണാൻ. നല്ല കാടാ, ചെറിയൊരു വഴി. അപ്പോൾ അതാ നമ്മൾ പാടത്തേക്കുള്ള വഴിയാണ്. ഇത് നേരെ ഇറങ്ങി ചെന്നാലാണ് പാടം. അപ്പോൾ ഇനി വെയിലുള്ള കാലാവസ്ഥ കേട്ടോ. വെള്ളമൊക്കെ വറ്റിയോ നോക്കണം. വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. ഇത് പോയി നോക്കാം എന്തായാലും. അപ്പോൾ ചേട്ടാ, ഞാൻ തൊട്ടാലപ്പോൾ പാടും. വാ. വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് പാടത്ത്. ഈ വെള്ളമായിട്ട് മീൻ കിട്ടുമോ? ഇല്ലല്ലോ, തോന്നുന്നില്ല. നോക്കി നോക്കാം. പിള്ളേരാ പോകട്ടോ. അതുവരെ കയറിയല്ലേ? ചെരുപ്പ് വരിക. നീ ചെരുപ്പ് വരേ. കാലം എന്തെങ്കിലും കുത്തു. കാലമേ എന്തെങ്കിലും കുത്തുള്ളൂ. ചെരുപ്പിട്ടോട്ടാ. ആയിട്ടോട്ടെ. നമ്മൾ വന്ന് സ്ഥിതിക്ക് ഇവിടെ ഏര ഇട്ടിട്ട് പാടത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചിട്ട് അവൾ ഏര കോർക്കാണ്. കോർക്കല്ലേ ഇതാണ്. ഈ വെള്ളത്തിലാണ് നമ്മളിന്ന് മീൻ പിടിക്കാൻ പോകുന്നത്. ഇതാ അവിടെ ഒരു തൂടുണ്ട്. അവിടെ ആ ഭാഗത്തിൽ വാഴക്കാണ് അവിടെ.
വീഴരുത്. കുഴിയിൽ കുടുങ്ങി. ഇവിടെ വെള്ളം നല്ല കാല് താന്നിക്കണത് ഇതുവരെ വെള്ളം താന്നി ചളിയിലാട്ടോ. അത് വെള്ളം അത്ര ഉള്ളൂ. കാല് പൊക്കി എടുക്കാനുള്ള ശ്രമത്തിലാണ്. പിടിച്ചോ, ഞാനും വീഴുവോ? ചെരുപ്പ് പോയി, കൈയിട്ട് പിടിച്ചു. ചെരുപ്പ് പോയിട്ടുണ്ട്. കിട്ടിയാ? കിട്ടി. ചെരുപ്പിന്റെ അവസ്ഥ കണ്ടോ? വെള്ളം ഒന്നില്ലെങ്കിൽ നല്ല ചേറുണ്ട്. ചെരുപ്പ് കൈ പിടിച്ചോ നല്ലത്. പറഞ്ഞപ്പോ അതല്ലേ പറഞ്ഞേ കുടിയാ. ഞാൻ പറഞ്ഞില്ല ചെരുപ്പ് താഴ്ചണ്ട്, നല്ല താഴ്ചണ്ട്. ചെരുപ്പ് കൈ പിടിച്ചു. ഓക്കെ, അവിടെ വഴുക്കണ കല്ലുണ്ട് അത്ര. ഞാൻ ബാക്കിക്ക് വീഴും. വീണ് കഴിഞ്ഞാൽ ക്യാമറ ഓടി പോവാട്ടോ. ഞാൻ ഇടയ്ക്കൊന്ന് സ്ലിപ്പ് ഉണ്ട്, അതാണ് ക്യാമറ ഷെയ്ക്ക് ചെയ്യണേ. നല്ല കുഴപ്പമില്ലാത്തൊരു വെള്ളമാണ്. ഇപ്പോൾ കലക്കും ഞങ്ങൾ. അത് കുഴപ്പമില്ലാത്ത വെള്ളം അല്ലേ? കണ്ടോ, നല്ല രസമുള്ള കാറ്റ്. അയ്യവാ പൊളി സാധനം കേട്ടോ അല്ലേ? അടിപൊളി. കാണുമെന്നറിയില്ല, കാണിച്ചു തരാം നല്ലതുപോലെ. ചെറുതായിട്ട് അല്ലേ? സംഭവം വൈബ് പറഞ്ഞ വൈബാണ്. അവിടെ നിൽക്കൊരു ഭാഗത്ത് എന്നിട്ടല്ലേ പറഞ്ഞു. ഇത് വലിയൊരു തോടല്ലേ? കുറച്ച് കുണ്ടുണ്ടല്ലേ? ഓക്കെ ശരി. ഇത് കുറച്ച് കുണ്ടുണ്ടല്ലേ? ആയിക്കോട്ടെ. നാട്ടിലൊക്കെ വെള്ളത്തിന് ഭയങ്കര ക്ഷാമം വരുന്ന സമയം ഉണ്ടാകുമ്പോൾ ഈ തോടൊക്കെ ഉണ്ടാവും. ഇവിടെയാണ് തിരുമ്പാനൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ അവിടെ മുതലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. ഒന്നും ആരും വരാറില്ല കേട്ടോ. നമ്മൾ വെക്കേഷനൊക്കെ ആയി കഴിഞ്ഞാൽ പിള്ളേരെ കൂടെ വെള്ളം ഉണ്ട് കേട്ടോ. കർഷകരല്ലേ മേഡം, ഒന്ന് കള വറക്കി ഇറങ്ങിയതാ. ചലേ വെറുതെ പനി ആയതുകൊണ്ട് വെറുതെ എടുത്തതാ. തല കെട്ടി എടുക്കട്ടാടാ. എന്തായാലും പിള്ളേരൊക്കെ നല്ല വൈബിലാണ്. നല്ല പനി പിടിച്ചു വയ്യാതായി. നീരാട്ട് കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഈ കുട്ടിലാണ് നീന്തക്കം പഠിച്ചിട്ടുണ്ടായിരുന്നത്. കൊറേ വെള്ളം ചെരുപ്പും വെള്ളം ഒക്കെ എടുക്കുക. തിരിച്ചു പോവാണ്. ഇന്നത്തെ കാര്യം നടന്നില്ല. മീൻ പിടിക്കാൻ വന്നിട്ട് ഞങ്ങൾ വെള്ളത്തിൽ കുളിച്ചിട്ടാണ് പോണത്. രണ്ട് ഉദ്ദേശം ഉണ്ടായിരുന്നു. നീന്തൽ പഠിക്കുക,
പിന്നെ ചൂണ്ടലിടും. നീന്തൽ പഠിച്ചോന്ന് ചോദിച്ചാൽ നീന്തൽ പഠിച്ചില്ല. ആരില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം ട്രൈ ചെയ്യാം. സ്കൂളില്ലാത്ത ദിവസം വരാം. അത് പോയി. ഒരാളിതാ വീണിരിക്കുന്നു. നമ്മൾ പോകുമ്പോൾ കുത്തി വെച്ചതാണ്. മീനല്ലേ കൈ 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 കുട്ടികളെ നമ്മൾ കുത്തി വെച്ച പോലെ തന്നെ ഒരു മീനെ പോലും വേണ്ടെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വന്നത് വെറുതെ കുറച്ച് നേരം വെള്ളത്തിൽ കളിച്ചു. പിള്ളേർക്ക് നല്ല നല്ല എക്സ്പീരിയൻസ് അല്ലായിരുന്നോ? പറഞ്ഞോ, എക്സ്പീരിയൻസ് പറഞ്ഞോ. അടിപൊളിയാണ്. ഇങ്ങോട്ട് ഇങ്ങോട്ട് നീന്തക്കം പഠിക്കാൻ നല്ലപോലെ പറ്റിയില്ല. കുറച്ചൊക്കെ മുങ്ങി. ലാസ്റ്റ് പോകുമ്പോഴാണ് ഇങ്ങനെ പോകുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് ലാസ്റ്റ് അങ്ങനെ ഇങ്ങനെ വെക്കാൻ പോകാൻ പറ്റുമെന്നാണ് ഇത് അറിഞ്ഞത് ഞാൻ. അപ്പൊ നമ്മുടെ വീഡിയോ എത്ര ഉള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം.